സ്ട്രോക്ക് അല്ലെ പക്ഷാഘാതം ഇത് ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കില്ലറാണ്. ഹാർട്ട് അറ്റാക്കിന് ശേഷം. ആദ്യം മൂന്നാമത്തായിരുന്നു, ഇപ്പോൾ രണ്ടാമത്താണ്. ഇപ്പോൾ ഇത് 85% ഈ സ്ട്രോക്ക് ഇസ്കീമിക് സ്ട്രോക്ക്, രക്തം ഓട്ടം കുറഞ്ഞിട്ട് വരുന്നതാണ് ഇസ്കീമിക് സ്ട്രോക്ക്. ഏകദേശം 15% ഹെമറേജ്, ബ്രെയിൻ ഹെമറേജസ്, അതായത് തലയുടെ ഉള്ളിൽ രക്തസ്രാവം ഉണ്ടാവുക, ബ്ലീഡിംഗ് ഉണ്ടാവുക, അന്യൂറിസം പൊട്ടിയിട്ട് ബ്ലീഡിംഗ് വരിക, അല്ലെങ്കിൽ വെയിൻ ബ്ലോക്ക് ആയിട്ട് ഹെമറാജിക് സ്ട്രോക്ക്. ഇങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക് എന്നുള്ളൊരു ഭാഗമുണ്ട്, ഇസ്കീമിക് സ്ട്രോക്ക് എന്നുള്ളൊരു ഭാഗമുണ്ട്. സാധാരണ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ബാലൻസ് കുറവ്, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ചക്കുറവ് വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ചിരി ഒരു വസ്തുവോട് കൂടിപ്പോവുക, കാലിനോ കൈനോ ഉണ്ടാവുന്ന പെട്ടെന്ന് ഉണ്ടാവുന്ന ബലക്കുറവ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത് വന്നു കഴിഞ്ഞാൽ ഇത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ്. പെട്ടെന്ന് ഒരാൾക്ക് വരികയാണെങ്കിൽ. നേരെ വെച്ച് ഇത് മെല്ലെ മെല്ലെ വരുന്ന, അത് പെട്ടെന്ന് ചിരി കൂടി, അടുത്ത ആഴ്ച കാലിന് ബലക്കുറവ്, അതിനടുത്ത ആഴ്ച കൈക്ക് ബലക്കുറവ് എന്നുള്ള വിധത്തിലാണെങ്കിൽ അത് സ്ട്രോക്ക് അല്ല, ബ്രെയിനെ ബാധിക്കുന്ന മറ്റു അസുഖങ്ങളുണ്ട്. ട്യൂമർ, അല്ലെങ്കിൽ ഡീമൈലിനേഷൻ, അല്ലെങ്കിൽ അതുപോലത്തെ ഇൻഫെക്ഷൻസ് ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ വരിക. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് ആൻഡ് സഡൻ, വിത്തിൻ സെക്കൻഡ്സ് ടു മിനിറ്റ്സ് ടു അവേഴ്സ് വരുന്നതാണ്. അതായത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് ഒരു പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഇസ്കീമിക് ഹെമറാജിക് സ്ട്രോക്ക്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മളത് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട്, ചില ആൾക്ക് ഷുഗർ കുറഞ്ഞാലും ഇതുപോലെ പെട്ടെന്നൊരു ക്ഷീണം പോലെ ഉണ്ടാവാം, അല്ലെ BP കുറഞ്ഞാലും ഉണ്ടാവാം. പക്ഷേ എങ്കിലും അതിനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യാത്തതിന് ഏറ്റവും പെട്ടെന്ന് തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്ത് കാരണം എന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ സ്ട്രോക്ക് ആവണമെന്നില്ല, സ്ട്രോക്ക് ആവാം. പക്ഷേ നമ്മൾ സ്ട്രോക്ക് ആണെന്ന് വിചാരിച്ചിട്ടേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഓരോ മിനിറ്റ് വൈകും തോറും ലക്ഷക്കണക്കിന് കോശങ്ങളാണ് ബ്രെയിനിൽ നശിച്ചു വരിക. നമ്മുടെ ആയുസിൻ്റെ ഒരു പാർട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആകുന്നതോറും കുറഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ CT സ്കാനോ MRI എടുത്തിട്ട് അത് ബ്ലോക്ക് ഉണ്ടോ നോക്കുക. ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ചികിത്സ, അത് ഒരു 4.5 മണിക്കൂർ വരെയാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പ്രകാരം. അങ്ങനെ ഉണ്ടെങ്കിൽ അലീക്കലിലെ 2 മരുന്നുണ്ട്, ഇതിൽ ആക്ടിലേസ് അല്ലെങ്കിൽ ടെനക്ടേസിന് മരുന്നുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ പല പഠനങ്ങളും നടക്കുന്നുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അത് 9 മണിക്കൂറോ 12 മണിക്കൂറോ 24 മണിക്കൂറോ ആവാം. അതായത് ഈ പുതിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ബ്രെയിനിൽ ക്ലോട്ട് ഉള്ളത് അലിക്കാനുള്ള ടൈം 4.5 മണിക്കൂറുള്ളത്, ചിലപ്പോൾ അത് കൂടാനില്ല, 3 ദിവസം വരെയുള്ള കൊടുക്കാനില്ല. അതിന് പഠന സാധ്യത വെച്ചിട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പല ഇമേജിംഗ് കാറ്റഗറി വെച്ചിട്ട് അതിൻ്റെ മിസ്മാച്ച് എന്ന് പറയും. അതായത് ചില ആൾക്ക് ഈ നമ്മുടെ കൊളാട്രൽ ബൈപ്പാസ് താൽക്കാലിക വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരു ടൈം കഴിഞ്ഞാൽ ബൈപ്പാസ് ഫെയിൽ ചെയ്യും, കൊളാട്രൽസ് ഫെയിൽ ചെയ്യും. ആ കൊളാട്രൽസ് എത്രത്തോളം അത് നമുക്ക് അവിടെ അത്ര സമയം നമുക്ക് അതിന്റെ വിൻഡോ എന്ന് പറയും, ടൈം വിൻഡോ. ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പെർട്ടിക്കുലർ വെയിന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ബ്രെയിനിൽ ഡോർമെന്റ് ആയിട്ടുള്ള കുറെ ചെറിയ ചെറിയ രക്തക്കുഴൽ ഉണ്ടാവും, ഡോർമെന്റ് വെസൽസ്, ലെപ്റ്റോമെനിഞ്ചൽ കൊളാട്രൽസ് എന്ന് പറയും. ഈ കൊളാട്രൽസ് വഴി ഇപ്പോൾ ഇവിടെ മെയിൻ ഹൈവേ ബ്ലോക്ക് ആയാലും നമ്മളെ സൈഡിലുള്ള റോഡിലൂടെ വണ്ടി വന്ന് മറ്റ് ഹൈവേയുടെ അങ്ങേ അറ്റത്ത് എത്തുന്ന പോലെ ബ്രെയിനിന്റെ ഒരു മേജർ രക്തക്കുഴൽ അടഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റു വശത്തൂടെ ആ ക്ലോട്ട്, നമ്മുടെ വാഹനങ്ങൾ, അതിലെ ബ്ലഡ് അതുവഴി തിരിച്ചെത്തുന്ന ഒരു സംഭവമാണ് കൊളാട്രൽസ് പാത്വേസ്. ഈ കൊളാട്രൽ പാത്വേസ് ചില ആൾക്ക് 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ, ചില ആൾക്ക് 2-3 ദിവസം വരെ നീണ്ടു നിൽക്കാം. അപ്പോൾ ഈ ടൈം വരെ ചിലപ്പോൾ നമ്മൾ വിൻഡോ എന്ന് പറയും, ടൈം വിൻഡോ, അത് ടിഷ്യൂ വിൻഡോ ആയി തീരും. ടൈം വിൻഡോ നമ്മൾ പറയുന്നത് 1 മണിക്കൂറിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ 4.5 മണിക്കൂറിൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇതാണ് ശരിക്കുള്ള ഡിറ്റോ. പക്ഷേ ഇത് ചിലപ്പോൾ ഈ കൊളാട്രൽസ് എന്നുള്ള ഒരു ബൈപ്പാസ് സംവിധാനം ചില ആൾക്ക് നല്ലോണം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 4.5 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസം 3 ദിവസം വരെ നമുക്ക് റിസർച്ച് നടന്ന് നമ്മള് അതിലൊരു ഭാഗവാക്കാണ്. സർ, ഇനി പലപ്പോഴും ഈ ന്യൂറോ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ബ്രെയിൻ തുറന്നിട്ടുള്ള സർജറികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് എന്തിനാണ് ചെയ്യുന്നത്? സ്ട്രോക്ക് വന്ന്, അതായത് സ്ട്രോക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ചില എൻഡോവാസ്കുലർ പ്രൊസീജിയേഴ്സ് എന്ന് പറയും. എൻഡോ വെച്ചാൽ ഈ രക്തത്തിന് അകത്തുകൂടത്തുള്ള ഒരു സർജറി. അതായത് ഇപ്പോൾ ഉദാഹരണം പറയും, നമ്മുടെ കഴുത്തിൽ ഇവിടെ രക്തവലി ബ്ലോക്കായി, അല്ലെങ്കിൽ ആ രക്തവലി അകത്ത് പോയിട്ട് അത് 2ആയി ഡിവൈഡ് ചെയ്യും. MCA AC എന്ന് പറഞ്ഞാൽ പല രക്തക്കുഴലുണ്ട്. ചിലപ്പോൾ ഒരു ക്ലോട്ട്, ഹാർട്ടിൽ നിന്നൊരു ക്ലോട്ട്, അല്ലെങ്കിൽ രക്തക്കുഴലിൽ ക്ലോട്ട് വന്ന് നമ്മുടെ ആ രക്തവലി അടഞ്ഞു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ആൻജിയോഗ്രാം വഴി ഒരു ട്യൂബിലൂടെ കയറ്റിയിട്ട്, ചില ഫൈനർ ട്യൂബ്, അതുപോലെ ചില സ്റ്റെൻറ്റൊക്കെ ഉണ്ട്, റിട്രീവർ, ഇത് വെച്ചിട്ട് ആ ക്ലോട്ട് നമ്മൾ വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞ് ആ ക്ലോട്ടിനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് എൻഡോവാസ്കുലർ ത്രോംബെക്ടമി. അത് ചിലപ്പോൾ ആസ്പിറേഷൻ ആവാം, ചിലപ്പോൾ സ്റ്റെന്റ് വെച്ച് വലിച്ചെടുക്കുന്ന, ചിലപ്പോൾ കമ്പൈൻഡ് ആയിരിക്കാം. ചില ആൾക്ക് അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കരോട്ടിഡ് സ്റ്റിനോസ് ഉണ്ടാവും, കരോട്ടിഡ് രക്തവലി ചുരുങ്ങി ഉണ്ടാവും. അത് ചിലപ്പോൾ ചില കേസിൽ ആ ടൈമിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കരോട്ടിഡ് സ്റ്റെൻറ്റിങ്ങും ചെയ്യും. ഇതാണ് യൂഷ്വലി ഈ അത് 24 hours വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ എൻഡോവാസ്കുലർ സർജറീസ്. സർ പറഞ്ഞത്, അതായത് നമ്മളിപ്പം നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ സ്റ്റെൻഡിങ്ങും ബലൂണിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഈ സെയിം ആസ്പെക്ട് തന്നെ ബ്രെയിനിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, അത് ചെയ്യാം. അത് പക്ഷെ വളരെ ഫൈനർ ആയിട്ടുള്ള സംഭവമാണ്. അതായത് ബ്രെയിൻ
ബ്രെയിനിന് സ്പെസിഫിക് ആയിട്ടുള്ള പലതരം സ്റ്റെൻറ്റുകളുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേകതരം വയറുകൾ, കാത്തീറ്റർ ഉണ്ട്. അപ്പോൾ ഇതേ സാധനം നമ്മൾ ഹാർട്ടിന് ചെയ്യുന്നതോ അല്ലെങ്കിൽ പെരിഫറൽ വെസൽ ചെയ്യുന്ന സാധനം വെച്ച് ബ്രെയിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെതായ സ്പെഷ്യൽ സ്റ്റെൻറ്റുകളും സ്പെഷ്യൽ സിസ്റ്റം വഴി നമുക്ക് വളരെ വളരെ സെൻസിറ്റീവ് സാധനമാണ് ഈ ബ്രെയിനിലെ രക്തക്കൊലകൾ. അപ്പോൾ അത് അതായത് ഒരു ഹാർട്ട് ഒരു കാർഡിയോളജിസ്റ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അതിൻ്റെതായ ട്രെയിനിങ്ങും അതിൻ്റെതായിട്ടുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്രെയിനിൻ്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. പ്ലംബിംഗ് വർക്ക് അല്ല ഇത്, ഇതൊരു സ്പെഷ്യലൈസ്ഡ് വർക്കാണ്. അപ്പോൾ ഈ എൻഡോവാസ്കുലർ സർജറി നമുക്ക് ഒരു 24 hours വരെ 24 മണിക്കൂർ വരെ ചെയ്യാം. പിന്നെ ചില കേസിൽ എന്ത് പറയും, ചില ലാർജ് സ്ട്രോക്ക് ആയിരിക്കും, ആൾക്ക് രക്തം തലച്ചോറ് ഡാമേജ് ആയിട്ടുണ്ടാവും, ഇസ്കിമിക് സ്ട്രോക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ പെട്ടെന്ന് ആൾക്ക് ബോധം പോവുക, അല്ലെങ്കിൽ മയക്കം വരിക, അല്ലെങ്കിൽ തീരെ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഒരു സ്കള് എടുത്ത് മാറ്റിയിട്ട് ഡീകംപ്രഷൻ ക്രീനിയക്ടമി എന്നുള്ള ഒരു സർജറി ഉണ്ട്. അത് ന്യൂറോ സർജനാണ് ചെയ്യുക. അപ്പോൾ അതിനർത്ഥം തലയുടെ ഉള്ളിൽ പ്രഷർ കൂടുമ്പോൾ ആ പ്രഷർ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തലയുടെ പുറകുള്ള സ്കള് എടുത്തിട്ട് നമ്മുടെ വയറിൽ വെക്കും. അപ്പോൾ നമുക്ക് ആ ഉള്ളിലെ പ്രഷർ കുറയ്ക്കാൻ പറ്റും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റും. അതായത് ബ്രെയിനിന്റെ പ്രഷർ കുറയ്ക്കാൻ പറ്റും. അത് പിന്നെ ആ സ്കള് കുറച്ച് കാലം കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും തലയിൽ വെക്കുക. പക്ഷേ എത്ര കണ്ട് ബ്രെയിന് ഡാമേജ് വന്നിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബലക്കുറവോ അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവോ കാഴ്ചക്കുറവോ ഒക്കെ ആൾക്ക് ഉണ്ടായിരിക്കും. അതിലൊരു ചെറിയ ഡൗട്ട് ചോദിച്ചു സാർ. സാധാരണഗതിയിൽ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ജനറലായിട്ട് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു ഭാഗം തളർന്നു പോയി, സംസാരശേഷി നഷ്ടപ്പെട്ടു. അപ്പം ഇതിൻ്റെ ഒക്കെ ഒരു ഡെപ്ത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് സാർ? ഈ സ്ട്രോക്കിന്റെ സീവിയറിറ്റി അനുസരിച്ചിട്ട് ഈ വരുന്ന ഡാമേജുകളും മാറും? അതെ, അതായത് നമ്മൾ ബ്രെയിൻ തന്നെ ഒരു ഹോൾ, നമ്മൾ ഈ ഹോൾ സിസ്റ്റം, നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ബിൽഡിംഗ് വെച്ചാൽ മൊത്തം ബിൽഡിംഗ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേക പാർട്ട് ചിലപ്പോൾ ഒരു വളരെ പെർട്ടിനൻ്റായുള്ള ഏരിയ ആയിരിക്കും, നമ്മൾ ആ എൻട്രി പോയിന്റ് ആയിരിക്കും. ആ എൻട്രി പോയിന്റ് എല്ലാവരും കടന്നു പോകുന്ന അവിടെ ഒരു ലീഷൻ വന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം സിസ്റ്റം ഹാങ് ആയി. അതായത് നമ്മൾ ക്യാപ്സ്യൂൾ എന്നാണ് പാർട്ട്, അതായത് ബ്രെയിനിലെ ഇന്റേണൽ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ഈ മോട്ടോർ ഫൈബേഴ്സ് പോകുന്ന ഒരു വഴിയുണ്ട്. അത് ബ്ലോക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈയും കാലും പെട്ടെന്ന് ബലക്കുറവ് വരാം. പക്ഷെ ആൾക്ക് അതേ സമയത്തിന് ആളുടെ സംസാരം ഒക്കെ ആയിരിക്കും, അയാളെ ബാക്കിയുള്ള കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, ഇന്റലിജൻസ് എല്ലാം നോർമലായിരിക്കും. നേരെ വെച്ച് ഇയാളുടെ ബ്രെയിനിന്റെ കോർട്ടക്സ് ഈ പാർട്ട് അഫക്റ്റഡ് ആവണമെങ്കിൽ അത് പല ലോബുണ്ട്, ഫ്രോണ്ടൽ ലോബ്, പറൈറ്റൽ, ടെമ്പറൽ, ഓക്സിപിറ്റൽ എന്ന് പറഞ്ഞാൽ പല ലോബുണ്ട്. ആ ഓരോ ലോബിൻ്റെ ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വേർഡുകൾ, നമ്മുടെ ഇൻസൈറ്റ്, ജഡ്ജ്മെൻറ്റ്, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, സ്പേഷ്യൽ ഫംഗ്ഷൻ, നമ്മുടെ വിഷ്വൽ ഫംഗ്ഷൻ, മെമ്മറി ഫംഗ്ഷൻ, ഇങ്ങനെ പലതരം ഫംഗ്ഷൻ നമുക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ രാവിലെ എന്ത് ചെയ്യുന്നു, രാവിലെ എണീക്കുന്നു, നമുക്കൊരു റൂട്ടീൻ ഉണ്ട്, നടക്കാൻ പറ്റണം, നമ്മൾ സംസാരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പല പ്ലാനിങ് ഉണ്ടാവും, അനാലിസിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലത് ചെയ്യും, ചിലത് ചെയ്യൂല, ചിലത് ചെയ്യേണ്ട അവസ്ഥയിൽ പിന്മാറും, ഇങ്ങനെ പലതരം ഫംഗ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ഈ ഫംഗ്ഷൻസ് എല്ലാം ആ ഭാഗത്ത് രക്തോട്ടം കുറവാണെങ്കിൽ അതും കുറയും. പക്ഷെ വേറൊരു നമ്മൾ ഈ ഇപ്പോൾ ഉദാഹരണം പറയുക, ഒരു ചെറിയ പാട്ടാണെങ്കിൽ പോലും കുറച്ച് കഴിച്ചാൽ ബ്രെയിൻ ഒരു പ്ലാസ്റ്റിസിറ്റി എന്ന സംഭവം, ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടുത്ത പാട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ അതിലേക്ക് ടേക്ക് ഓവർ ചെയ്യും, ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ പല ആൾക്കാരും സ്ട്രോക്ക് വന്നാലും ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ആളുടെ സ്ട്രോക്ക് കുറേ റീക്കവർ വരും. അപ്പോൾ നമ്മൾ എത്ര ഡാമേജ് വന്നു എന്ന് അനുസരിച്ചിരിക്കും ഒന്നാമത് ഇയാളുടെ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ്, രണ്ടാമത്തെ ഏത് സ്ട്രാറ്റജിക് ഏരിയയിലാണ്, ഏത് പ്രത്യേകിച്ചുള്ള ക്രിട്ടിക്കൽ ഏരിയയിലാണ് പ്രോബ്ലം വന്ന് അതിനനുസരിച്ചിരിക്കും അയാളുടെ ഇമ്പയർമെൻറ്റ്. വേറൊന്ന് വെച്ചാൽ ചിലതരം ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി, അതായത് പുതിയ കണക്ഷൻസും സൈനാപ്സും നെറ്റ്വർക്കും വരികയാണെങ്കിൽ ചിലപ്പോൾ ആ സ്ട്രോക്ക് തന്നെ മേജർ സ്ട്രോക്ക് ചിലപ്പോൾ കുറച്ചൊരു മോഡറേറ്റ് സ്ട്രോക്കോ മൈനസ് സ്ട്രോക്കായിട്ട് കുറേ കാലം ഓവർ പീരീഡ് ഓഫ് ടൈം മാറാം. സർ, പൊതുവേ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു പെർട്ടിക്കുലർ മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി തളർന്നു, അവിടെ കിടപ്പായി, അങ്ങനെയുള്ള. അപ്പം സാധാരണഗതിയിൽ ന്യൂറോളജിസ്റ്റിന്റെ ഒരു ആസ്പെക്റ്റിൽ ലൈക്ക് എത്ര കണ്ട് എന്തൊക്കെ ചെയ്താൽ അവർക്ക് ഒരു മോഡറേറ്റ് ലെവലിലുള്ള റിക്കവറി കിട്ടാൻ സാധിക്കും? അത് 2 ആസ്പെക്റ്റാണ്. ഒന്ന്, നമ്മൾ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ചികിത്സ നടത്തുക, അതാണ് നമ്പർ 1. ആ ടൈമിൽ നമ്മൾ ഗോൾഡൻ അവേഴ്സിൽ അല്ലെങ്കിൽ ഏറ്റവും ഈ ആദ്യത്തെ ഒരു 4:30-6 മണിക്ക് 24 hours കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ നോർമലായിട്ട് വരാം, നോർമലായിട്ട്. അത് നമ്പർ 1. പിന്നെ ഇനി ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു അടുത്ത സ്റ്റേറ്റിൽ നിന്നൊക്കെയാണ് പേഷ്യൻ്റ് വരുന്നത്, ഈ 24 hours 48 hours അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സ്ട്രോക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അത് നമ്മളൊരു ഫ്രാക്ചർ, ഒരാൾ താഴെ വീണ് എല്ല് പൊട്ടി, അപ്പോൾ അതിനൊരു ടൈം എടുക്കും. അതേപോലെ ബ്രെയിൻ്റെ ആ ഫംഗ്ഷൻ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. അപ്പോൾ എത്ര ഡാമേജ് വെച്ചാൽ മൈൽഡ് ഡാമേജ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ, അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഒരു പാർട്ട് മൊത്തം പോയോ എന്നതിനനുസരിച്ചിട്ട് പിന്നെ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഒന്ന് ചില നമുക്ക് ഇനി സ്ട്രോക്ക് വരാം. കാരണം ഏത് കാരണം കൊണ്ടാണ് സ്ട്രോക്ക് എന്ന് ആ കാരണം അപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ വീണ്ടും സ്ട്രോക്ക് വരാം. അപ്പോൾ സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ എന്തുകൊണ്ട്, ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഇയാൾക്കുള്ളത്, ആ റിസ്ക് ഫാക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ. അത് പലതരമുണ്ട്.
ഒന്നാമത് ഫിസിക്കൽ തെറാപ്പി, ഫിസിയോതെറാപ്പി. അതായത് നമ്മൾ ആ മസിലിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക. ഏതൊക്കെ മസിലാണ് വീക്കുള്ള സ്ട്രെങ്തൻ ചെയ്യുക. ചില മസിൽ സ്പാസ്റ്റിക് നല്ല ബലം പിടുത്തുണ്ടാവും, അത് റിലാക്സ് ചെയ്യുന്ന തരത്തിൽ. വീക്കുള്ളത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ്, പലതരം സ്റ്റിമുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒക്കുപേഷൻ തെറാപ്പി. ചില ആൾക്ക് ബലം ഉണ്ടാവും പക്ഷേ ഈ കൈ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർക്ക് സ്പെഷ്യലൈസ്ഡ് മെനൂവേഴ്സ് ഉണ്ട്. ഒക്കുപേഷൻ തെറാപ്പി. ചിലർക്ക് അതിനൂടെ ഇറക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് സോളോ തെറാപ്പി. ഭക്ഷണം ചിലർക്ക് കഴിക്കാൻ ഭക്ഷണം പറ്റാത്ത കഴിക്കാം, അപ്പോൾ സോളോ തെറാപ്പിസ്റ്റുകളുണ്ട്. അത് ചിലർക്ക് സ്പീച്ച് പോയിട്ടുണ്ടാവും, അപ്പോൾ അവർ സ്പീച്ച് തെറാപ്പി. അതിന് പലതരം ക്യൂസും അതൊരു പലതരം ഇൻസ്ട്രുമെൻസും പലതരം ഇത് വെച്ചിട്ട് നമ്മുടെ സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ പലതരം മ്യൂസിക് തെറാപ്പി ഉണ്ട്, റിലാക്സേഷൻ തെറാപ്പി, സൈക്കോ തെറാപ്പി, ഇങ്ങനെ പലതരം ഈ തെറാപ്പിയുടെ ഇതുണ്ട്. അപ്പോൾ ഈ രോഗികൾ ഇതുവഴി വളരെ സയൻറ്റിഫിക്കായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ചില ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ സ്ട്രോക്ക് വന്ന് കിടപ്പിലായി, പിന്നെ അയാൾ നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇയാൾ ഇങ്ങനെ മസിലെല്ലാം കൺട്രാക്ചറായി, പെയിൻ വന്ന് ശരിയെല്ലാം കൂടി സംസാരം കുറഞ്ഞ് ഇല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ നേരെ വെച്ച് വളരെ നേരത്തെ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ മാറ്റം വരും. ചിലപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന്റെ ഒരു ആസ്പെക്ടില്, അതായത് ഒരു സ്ട്രോക്ക് വന്ന് കഴിഞ്ഞിട്ട് ലെറ്റ്സ് സേ ഒരു 100 പേരിൽ എത്ര പേര് ഇതേപോലെ റിലീജിയസ് ആയിട്ട് ഈ ഫിസിയോതെറാപ്പി ഫോളോ ചെയ്യുന്നവരുണ്ടാവും? വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ? അത് എന്തുകൊണ്ട് വെച്ചാൽ ഒന്നും അവയർനെസ് ഇല്ല. ഒന്നാമത് അത് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള ഒരു അവയർനെസ് വീട്ടുകാർക്കോ അല്ലെങ്കിൽ അവർക്കോ അവരുടെ പേഷ്യൻറ്റിനോ കെയർ ഗിവേഴ്സിനോ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കോ അതിനെക്കുറിച്ച് ഒരു അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ നമ്മൾ ഏതൊക്കെ ഇപ്പോൾ നമ്മൾ ഉദാഹരണം ആസ്പിരിൻ കഴിക്കേണ്ടതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോതെറാപ്പി ഇവരുടെ റീഹാബിലിറ്റേഷൻ. ഏതൊക്കെ അത് ചില ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ആയിരിക്കുക, സൈക്കോളജിക്കൽ ആയിരിക്കുക, ഫങ്ഷണൽ ആയിരിക്കുക, സ്പീച്ച് ആയിരിക്കുക, സോളോയിങ് ആയിരിക്കുക, അത് ഏത് റീഹാബിലിറ്റേഷൻ ആണ് ഇയാൾക്ക് വേണ്ടതിൽ ഒരു ഫിസിയാട്രിസ്റ്റ് അത് നോക്കി അസസ് ചെയ്ത് അവർ ഇന്ന ആൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഒക്യുപേഷൻ തെറാപ്പി വേണോ, മറ്റേ സോളോ തെറാപ്പി വേണോ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടാണോ. ചില ആൾക്ക് പ്രോസസ്സസ് വേണ്ടി വരും, ചില ആൾക്ക് ചിലപ്പോൾ ഫുഡ് ഡ്രോപ്പ് ആയിരിക്കും ചിലപ്പോൾ, അപ്പോൾ അതിന് സ്പ്ലിൻറ്റ് വേണ്ടി വരും, കൈയിന് സ്പ്ലിൻറ്റ് വേണ്ടി വരും, അതുപോലെ തന്നെ ഷോൾഡർ സപ്പോർട്ട് വേണ്ടി വരും, അതുപോലെ തന്നെ അതുപോലത്തെ സംഭവങ്ങൾ ചെയ്യേണ്ടി വരും. ചില ആൾക്ക് അതിനോട് പലതരം ട്രീറ്റ്മെൻറ്റ് വേണ്ടി. ചിലപ്പോൾ ഉദാഹരണം പറയാം, അവൾക്ക് കൈ ഭയങ്കര ബലം പിടുത്തുണ്ടെങ്കിൽ അതിന് സ്പാസ്റ്റിക് മെഡിക്കേഷൻസ് ഉണ്ട്, അതിന് സ്ട്രെച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടിലും ടോക്സിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഇഞ്ചക്ഷനെ കുറിച്ചിട്ട് ജസ്റ്റ് സാർ, അപ്പം സാർ നേരത്തെ പറഞ്ഞു, അതായത് ഈ സ്പാസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇതേ തരത്തിലുള്ള ഇഞ്ചക്ഷനെ കൊണ്ട് പോസിബിൾ ആണെന്നുള്ളത്. അപ്പം അഗെയിൻ ഇതിന്റെ അവയർനെസ് എങ്ങനെയാണ് സാർ ആൾക്കാരിലേക്ക് പാസ് ആവുന്നത്? സാറിനെ ഗതി സാർ പറഞ്ഞു, ഒരു പേഷ്യന്റ് സാറിന്റെ അടുത്ത് വന്നു, സ്ട്രോക്ക് ആയി, പിന്നെ തിരിച്ച് നമ്മൾ ഒരു 3-4 ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ കഴിഞ്ഞു, മെഡിക്കേഷൻ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക, തിരിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ പേഷ്യന്റ് റെഗുലർ ആയിട്ട് ഒരു ഫിസിയോതെറാപ്പി സെന്ററിൽ പോയിട്ട് ഫോളോ അപ്പ് മിസ് ആവാറുണ്ടോ തിരിച്ച് ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്ക് വരാനുള്ളത്? കുറവാണ്. മിക്കവാറും പേരെല്ലാം വരാറുണ്ട്, മേ ബി ഒരു 80% വരും. അപ്പോൾ ഇവർ കറക്റ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് മെഡിക്കേഷൻസ്, മരുന്നുകൾ കഴിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പിയോ അതുപോലത്തെ കാര്യം ചെയ്യുക. പിന്നെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ നോക്കിയിട്ട് ഇയാൾക്ക് മസിലെല്ലാം ബലം പിടുത്ത സ്പാസ്റ്റിക് മസിലാണെങ്കിൽ നടക്കുമ്പോൾ വെച്ച് പോവുക, അല്ലെങ്കിൽ വലിച്ച് നടക്കുക, കൈയെല്ലാം സ്റ്റിഫായിരിക്കുക, കൈയെല്ലാം ടൈറ്റായിട്ട് ഫിസ്റ്റിങ് വരിക, അല്ലെങ്കിൽ ഡിസ്റ്റോണിയ, കൈ ഇങ്ങനെ ഇതുപോലുള്ള അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ഏതൊക്കെ മസിലാണ് ടൈറ്റ് എന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് ബോട്ടിലും ടോക്സിൻ കൊടുത്ത് അതിൻ്റെ കൂടെ ഫിസിക്കൽ തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതായത് കൃത്യമായിട്ടുള്ള ഒരു മൾട്ടി ഡിപ്പാർട്ട്മെന്റ്, അതായത് ന്യൂറോളജി, ഫിസിക്കൽ മെഡിസിൻ. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ബ്രെയിനിൽ നമ്മളിപ്പോൾ ഒരു ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്ലോട്ട് എൻഡോസ്കോപ്പിക്കലി നമുക്ക്, അതായത് ലെറ്റ്സ് സേ നമുക്ക് രക്തക്കുഴലിന്റെ ഉള്ളിൽ കൂടി പോയിട്ട് നമുക്കത് റിമൂവ് ചെയ്യാന്നുള്ളത്. സാർ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കാവോ? കാരണം അത് ഏതൊക്കെ ഡിസീസിനാണ് ചെയ്യുന്നത്? അതായത് നമ്മൾ രക്തക്കുഴലുകൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒക്ലൂഷൻ എന്നറിയും. ഏത് രക്തക്കുഴലാണ് അടഞ്ഞു പോയെന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മുടെ CT ആൻജിയോഗ്രാം അല്ലെങ്കിൽ MR ആൻജിയോഗ്രാം ചെയ്യും. ഉദാഹരണം പേഷ്യൻ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ CT സ്കാൻ എടുക്കും. CT സ്കാൻ എടുക്കാതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആർക്കും കൊടുക്കില്ല. കാരണം ചില ആൾക്ക് ഹെമറേജ് ആയിരിക്കും, ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ്, അങ്ങനത്തെ ആൾക്ക് നമുക്ക് അതിന് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചില ആൾക്ക് ബലക്കുറവ് എന്നുള്ള ചിലപ്പോൾ അതാവണമെന്നില്ല, വേറെ ട്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ തലയിലുള്ളിൽ വേറെ സബ്ഡ്യൂറൽ ബ്ലീഡ് എന്ന് പറയും, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഉദാഹരണം ഇങ്ങനെ വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ ഒരു CT സ്കാൻ എടുക്കും. ചില കേസ് നമുക്ക് എപ്പോഴാണ് ഇത് ഉണ്ടായെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആണ്, രാവിലെ വേക്കപ്പ് സ്ട്രോക്ക്, രാവിലെ എണീറ്റപ്പോഴേ സ്ട്രോക്ക് വന്നു, അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ MRI എടുക്കും. ഈ MRI എടുത്തിട്ട് നമ്മളൊരു മിസ്മാച്ച് ഉണ്ടാക്കും, ഡിഫ്യൂഷൻ ഫ്ലെയർ മിസ്മാച്ച് എന്ന് പറയുന്നത്. അതായത് എപ്പോൾ വന്നതാണ്, ഒരു 4.5 മണിക്കൂറോ 6 മണിക്കൂർ മുമ്പാണോ ശേഷം നോക്കിയിട്ട് അതിലൂടെ ഒരു പെർഫ്യൂഷൻ സ്കാൻ അറിയാം. അതായത് സാൽവേജബിൾ ബ്രെയിന് കുറേ പാർട്ട് വയബിൾ ആയിട്ടുണ്ടെങ്കിൽ, വയബിൾ വെച്ചാൽ ട്രീറ്റ് ചെയ്താൽ ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ള രോഗിയാണെങ്കിൽ ഈ സ്കാനിൻ്റെ കൂടെ തന്നെ ഒരു ആൻജിയോഗ്രാം, MR ആൻജിയോഗ്രാം അല്ലെങ്കിൽ CT ആൻജിയോഗ്രാം. അപ്പോൾ നമ്മൾ രക്തവാല് ബ്ലോക്ക് ആണോ, ഈ ഉദാഹരണം പറയുമ്പോൾ രക്തവാല് ബ്ലോക്ക് ഉണ്ട്, ബ്രെയിൻ്റെ കുറേ പാർട്ട് നമുക്ക് സേവ് ചെയ്യാനുണ്ട് എങ്കിൽ ഈ രോഗി ഒരു എൻഡോവാസ്കുലർ ത്രോംബെക്ടമിക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ്.